ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പ്രാദേശിക വികസന വിഷയങ്ങൾക്കൊപ്പം സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾക്കെതിരായ കേസുകളും പ്രചാരണ വിഷയമായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്ത് വ്യക്തമാക്കുന്ന തദ്ദേശ പടക്കളത്തിൽ ആവേശം ഉച്ചസ്ഥായിലായി. മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കൊപ്പം കോവിഡ് കാലഘട്ടത്തിന്റെ പരീക്ഷണങ്ങളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. പ്രാദേശിക വികസനം, വ്യക്തിബന്ധങ്ങൾ എന്നിവയ്ക്കൊപ്പം പൊതുരാഷ്ട്രീയവും ചർച്ചയായി. സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കേസും അനുബന്ധ സംഭവങ്ങളും സർക്കാരിന് കടുത്ത പ്രതിസന്ധിയുണ്ടാക്കി. പ്രചരണ രംഗത്തെ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം അവസാനഘട്ടത്തിൽ UDF ചർച്ചയാക്കി. ഓൺലൈനിന്റെ കാലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. പറഞ്ഞാൽ ഇതൊന്നും ജനം വിശ്വസിക്കില്ല. ജനങ്ങൾ അദ്ദേഹത്തിന് നേരിടാൻ സാധ്യമല്ല. മുഖം നഷ്ടപ്പെട്ട നേതാവാണ് അദ്ദേഹം. പ്രതിപക്ഷത്തെ പ്രമുഖർക്കെതിരായ കേസുകളും അറസ്റ്റും നിയമ നടപടികളുമാണ് സർക്കാരിന്റെ പ്രതിരോധം. വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും എണ്ണിപ്പറഞ്ഞായിരുന്നു LDFന്റെ പ്രചരണം. മുഖ്യമന്ത്രിയെ വിമർശിക്കാതെ എന്താഘോഷം എന്നുള്ളതാണ് ഒരു BJP ചെന്നിത്തല ശൈലി. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് അവരുടെ ലക്ഷ്യം ഈ മുഖ്യമന്ത്രിയാണ്. ഇരുമുന്നണികളെയും കടന്നാക്രമിച്ച് പരമാവധി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് BJP. അഴിമതി കേസുകളിൽപ്പെട്ട് രണ്ട് മുന്നണികളും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചരണം ഇത്തവണയുണ്ടായില്ല. പക്ഷേ തിളച്ചുമറിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് മാറ്റവുമില്ല. കൊറോണ വൈറസിന് ജനാധിപത്യത്തെ തോൽപ്പിക്കാനാകില്ലെന്ന് മാതൃകാപരമായി തെളിയിക്കാനൊരുങ്ങുകയാണ് കേരളം. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.